വലിയ മീനാണ് കേട്ടോ കിട്ടിയത്. ഇതേപോലത്തെ 2-3 കിട്ടിയിട്ടുണ്ട്. നല്ല കറികളുണ്ട്, മീൻകറിയുണ്ട്, തോരനുണ്ട്. സോണിക്ക് ഫോട്ടോ എടുക്കണോ? അത് സോണി നമുക്ക് പറ്റിക്കാം. ഓക്കെ മനോ, ടാറ്റാ. ഫോട്ടോ എടുക്ക. ഹലോ ഗയ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് ഇന്ന് നേരെ വെള്ളയാണി കായലിലോട്ട് പോവുകയാണ്. അവിടെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് പോയപ്പോൾ നല്ല ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വരുന്നു. അവിടെ പുതിയ പ്രോജക്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോയി ഒന്ന് നോക്കാം, ഒരു വീഡിയോ അങ്ങനെ ഇടാം. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ദേ ഗയ്സ്, നമ്മൾ കിരീടം പാലം എത്തിയിരിക്കുകയാണ്. പണി നടക്കുന്നതേ ഉള്ളൂ. ഇനി പുതിയ കഫേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ കുറവ്. എന്തായാലും ജോമൻ റിസ്ക് എടുത്തത് ഇവിടെ പാർക്കാൻ പോവാണ്. മഴ ടൈമും കൂടെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടായിരുന്നായിരിക്കും. ചെറിയൊരു തണുപ്പും തണുത്ത കാറ്റും നല്ല വൈബാണ്. ഇന്ന് വെള്ളയാണി. അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഭയങ്കര ഓണാണ് കേട്ടോ. ഇത്രയും തിരക്കുറഞ്ഞു നിൽക്കില്ല. വൈകിട്ട് എല്ലാവരും ഉണ്ടാവും ഇവിടെ. ഇവിടെ വൻ ഡെവലപ്മെൻ്റ് ആണ് വരാൻ പോകുന്നത്. വൻ പ്രോജക്റ്റൊക്കെയാണ് ഇവിടെ ഓണായിരിക്കുന്നത്. ടൂറിസം സ്പോട്ട് ഇവിടെ നല്ല രീതിക്ക് ഓണാവാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കഫറ്റീരിയസൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കഫറ്റീരിയാണ്. ഈ ടോപ്പ് വ്യൂവിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നല്ല സ്നാക്സ്, ചായ അങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ കയറാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റി വരുന്നുണ്ട്. ഇവിടെ ഒരു കഫറ്റീരിയ എന്തോ വരുന്നുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ് ഓണാവുന്നുണ്ട്. പിന്നെ അത് അവിടെയും വരുന്നുണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ആ കാണുന്നതാണ് കിരീടം പാലം. ഇതാണ് പണ്ട് മോഹൻലാൽ മറ്റേ കണ്ണീർ പൂവിൻ്റെ ആ പാട്ടിൽ ഈ സീനുണ്ട്. അങ്ങനെയാണ് ഈ പാലത്തിന് കിരീടം പാലം ഒന്ന് പേര് വന്നത്. ജോമൻ പറഞ്ഞപ്പോഴേ എനിക്കറിയാന്നുള്ളൂ. നമ്മളിത് ഞങ്ങളുടെ ഒരു വേറെ ബ്ലോഗുണ്ട്, അതിലും നമ്മളിത് പറയുന്നുണ്ട്. പണ്ട് ഇവിടെ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇവിടെ മണ്ണൊക്കെ ആയിരുന്നു, മണ്ണ് റോഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ടു, ഇത് അന്ന് നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. പാലം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടി ഇരിക്കാനുള്ള ഇതൊക്കെ ആക്കി. വൈകിട്ടാകുമ്പോൾ ഇവിടെ നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്ത. ഇനി റോഡൊക്കെ നന്നാക്കി അപ്പുറത്ത് വേറെ പ്രോജക്റ്റ് വരുന്നുണ്ട്. നല്ലൊരു ടൂറിസം സ്പോട്ട് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നല്ലതാണ്. ഇങ്ങനെ ഡെവലപ്മെൻറ്റ്സ് വരണം. കുറച്ച് ക്ലീൻനെസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോവുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയായി മാറും. കണ്ടോ, ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇവിടെ ഭയങ്കര വൈബാണ്. കണ്ടോ, ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. വൈകിട്ടാകുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഭയങ്കര വൈബാണ്. നല്ല വൈബാണ്, നല്ല രസമാണ്. ഇത് പണ്ട് തൊട്ടേ മുന്നേ ഉള്ളതാ. അതിനിപ്പോൾ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ആക്കി എടുത്തതേ ഉള്ളൂ. ഇതിങ്ങനെ സ്പോട്ട് തുടങ്ങുന്നതായിട്ടാണ്. ടൂറിസ്റ്റ് വില്ലേജ് പോലെയൊക്കെ സെറ്റാക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ബോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പുഞ്ചക്കരിയാണ്. നമ്മുടെ പുഞ്ചക്കരി ഷാപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നല്ലൊരു വ്യൂ ആണ്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് നമുക്ക് നേരെ അങ്ങ് പോകണം. അല്ലേ, ഇവിടെ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര നാച്ചുറൽ ഫീലിങ്സ് ആണ്. ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ക്ലൈമറ്റ് ഓക്കെയാണ്. ഫുള്ളൊരു പച്ചപ്പ് 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 പച്ചപ്പ്. മഴയിരിട്ടും തണുത്ത കാറ്റും. വേറെ ഒന്നും വേണ്ട വെള്ളായണിയിൽ. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ വേണ്ടായിരുന്നു. ചായ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കോഫി അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവനെ കാത്തിങ്ങനെ വെയിറ്റിംഗ് ആണ്. ആ ഒരു ലെഷർ ടൈമിലാണ് നമ്മളിത് ഇങ്ങനെ നടക്കുന്നത്. ഒരു പൂച്ചയെ കണ്ടപ്പോഴേ പറയാൻ പോകുന്നു. പൂച്ചയെന്ന് പറഞ്ഞാൽ മാളൂന് ഭയങ്കര വീക്ക്നെസ് ആണ് തോന്നുന്നു. അപ്പൊ നേരെ താഴെ പോവും. താഴെ പോകാത്ത രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് വൈപ്പ് പിടിക്കണം.
ഇതിപ്പോൾ മഴ പെയ്ത് ഇങ്ങനെ ചെളി വെള്ളമായിരിക്കും, അല്ലെങ്കിൽ നല്ല വെള്ളത്തിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും. നല്ല രസമാണ്, ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഈ ഇതിലിവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇടുമ്പോൾ അത് പറക്കിയെടുക്കാനായിട്ടൊരു വള്ളമൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അതിൽ ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഈ വരുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് ക്ലീനാക്കി ഇടാൻ ശ്രദ്ധിക്കാം. നമ്മൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ളത്, പക്ഷെ നമ്മൾ തന്നെയാണ് അത് വേസ്റ്റ് ആക്കുന്നത്. ആ ഏരിയ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാണ്ടല്ലേ? അവിടെ കുറച്ചുകൂടെ ബോട്ടിലൊക്കെ കിടപ്പുണ്ട്. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തു, അതിന്റെ ബാക്കിലായിട്ട് എല്ലാ കാറുകളും. ഞങ്ങളത് അവിടെയാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടു ആ പാലത്തില്. ഇപ്പൊ അവിടെ വേറെ വണ്ടികളൊക്കെ കൊണ്ടിടുകയും ചെയ്തു. അവര് വിചാരിച്ചിരിക്കും ഇതായിരിക്കും കാർ പാർക്കിംഗ് എന്ന്. ജോമോ ഒരു റിസ്ക് എടുത്ത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തതാണ്. അത് നമ്മുടെ വക്കീൽ സോണി പിന്നെയും വന്നിട്ടുണ്ട്. സോണി വക്കീലേ, എന്തുകൊണ്ട് വിശേഷം? പറ, എന്തെങ്കിലുമൊക്കെ പറ. വക്കീൽ പേടിച്ചാ? പേടിക്കില്ല വക്കീലേ? വക്കീലിനെ കുറച്ച് പേടിച്ചു തോന്നുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം, വിശന്നിട്ട് വയ്യാം. വിശക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്. കഴിക്കാതിരിക്കുമ്പോ ഹെൽമെറ്റ് വെച്ചിരിക്കുമെന്ന് തോന്നുന്നു, മുഖം കാണാൻ. ഹെൽമെറ്റിന്റെ അകത്തോടെ വെച്ചിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ വെച്ച് കഴിക്കുമായിരിക്കും. പണ്ട് തിരുപ്പതി പോയ ഓർമ്മയുണ്ടോ? തിരുപ്പതി പോയൊരു വൻ കോമഡി ഉണ്ട്. നമ്മൾ തിരുപ്പതി പോയി ഇവിടുന്ന് പോയപ്പോഴേ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്ത തന്നെയാണ്. ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് ബസ്സിൽ വരാൻ പറ്റത്തില്ല, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. കോമഡി അത്. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് കൺവിൻസ് ചെയ്ത് തിരുപ്പതി കൊണ്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു, വരുന്നു. അവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് ഒന്നുമില്ല, ട്രെയിനൊക്കെ ഫുള്ള്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത പോലെ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടു, ബസ്സൊന്നും ഇല്ലായിരുന്നു, പൊങ്കാല സമയമായിരുന്നു. പിന്നെ നമ്മൾ അലഞ്ഞു, പൊങ്കലിൻ്റെ സമയമായിരുന്നു. പിന്നെ ഓരോ സ്റ്റേഷനെത്തുമ്പോൾ എന്നെ തള്ളക്കി കൂടിയോ, ചോത്തണ്ടോ എന്നും പറഞ്ഞ് പിരിമുറി. ലാസ്റ്റ് അങ്ങനെ ബസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തോണി എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഓരോന്നും ചെയ്യിപ്പിക്കലാണ് ജോസിന്റെ പ്രധാന പണി. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയില്ല. എന്തെങ്കിലും പറ, താങ്കൾ ധൈര്യമായിട്ട് പറ. എന്ത് പറയണോ അത് ഏറി അല്ലെങ്കിൽ തയ്യാറി കയറും. പറ. ചോറ്, പല കറികളുണ്ട്, മീൻകറിയുണ്ട്, തോരനുണ്ട്, ഇതുണ്ട്. അവിയൽ, ഇത് അവിയൽ പോലെ അവിയൽ തോരൻ അവിയലായിട്ട് എടുക്കാം. പിന്നെ പുളിശ്ശേരി ഉണ്ട്, പരിപ്പ് കറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു മീൻ കഷ്ണമുണ്ട്. ഹാപ്പി അല്ലേ? അപ്പുറത്താണ് കേട്ടോ, ചാനലിൽ കണ്ട് ഫുഡ് കഴിക്കാം. നല്ല വൈബാട്ടോ. ഇനി മഴയും കൂടെ പെയ്യുന്നുണ്ട്, പോരാത്തതിന് മഴയുണ്ട്. നമ്മളിതേ ഊണൊക്കെ കഴിച്ചിട്ട് ഇതേ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. കുറച്ചു നേരം ദഹിക്കാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ നടക്കാന്ന് വിചാരിച്ചു. ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. കൂടെ പോയിന്ന് ഫുഡ് സോണ എന്ത് കാണിച്ചാലും അത് വൈറലാണ്. സോണിയാണ് ഇന്നത്തെ താരം. പീസ്, സമാധാനം, ശാന്തത, നല്ല ഫ്രഷ് കാറ്റ്, മഴക്കോളുണ്ട്. എന്തെങ്കിലും പറ. അന്തരീക്ഷം പറയാതെ അങ്ങോട്ട് കാണിച്ചു. നിങ്ങളല്ലേ ആക്ടേഴ്സ്, അങ്ങോട്ട് കാണിച്ചു. നല്ലത് വരുന്നില്ല. അന്ന് അപ്പോഴേ പറഞ്ഞാണ് നീ പോയില്ലേ അവസാനം നീ വ്ളോഗിൽ കയറും. എന്താ മോനു, വ്ളോഗ് പേടിയാണോ? ഈ വ്ളോഗ് കണ്ടിട്ട് ഇനി പെണ്ണെട്ടിയില്ലെന്നുള്ളൊരു പേടി കൊണ്ടാണ് സോണി വ്ളോഗിൽ വരാത്ത. ഇത് സിഗ്മ മെയിലാണ്. നല്ല നല്ല ആലോചനകൾ പ്രതീക്ഷിക്കുന്നു. ബഫല്ലോ അല്ല ഇത്, പശു. അപ്പൊ ഗൈസ് ദേ നമ്മൾ ഇതുവരെയൊക്കെ ഇങ്ങനെ നടന്നു, കുറേ ദൂരം നമ്മളിങ്ങനെ നടന്നിട്ട് ദേ തിരിച്ച് നടക്കുവാണ്. എന്താ വക്കീലെ? എന്താ വക്കീലെ, എങ്ങനെയുണ്ട്? അങ്ങോട്ട് അതിന് ചാർജ് ഇല്ല. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മോനു ഇന്നത്തെ ദിവസം? എങ്ങനെയുണ്ട്? ആള് ഭയങ്കര ഷൈയാണ്, ക്യാമറ കാണുമ്പം. പറ്റുമെങ്കിൽ നമ്മൾ ഒളി ക്യാമറ വെച്ചിട്ട് സോണി പറയുന്നത് ഷൂട്ട് ചെയ്യാം കേട്ടോ. നമ്മളിതേ തിരിച്ച് നടക്കുവാണ്. ഇനി അങ്ങ് പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങ് വന്നത്.
ഇനി തിരിച്ചതേ അങ്ങൊരു കാണുന്നില്ലല്ലേ, അവർക്ക് മനസ്സിലായി. വളരെ കുഞ്ഞായിട്ടേ കാണുന്നുള്ളൂ. കണ്ടോ ഗൈസ്, നമ്മൾ തിരിച്ച് നടക്കുന്ന വഴിക്ക് പാടമൊക്കെ കണ്ടോ, ഫുള്ള് പാടം വൈബാണ്. സോണി എന്തൊക്കെയാ പറഞ്ഞോണ്ട് പോകുന്നു, നമുക്ക് സോണിയോട് ചോദിക്കാം എന്താ പറയുക. സോണി എങ്ങനെയുണ്ട്, പാടം എങ്ങനെയുണ്ട്? പറഞ്ഞിട്ട് പോ, എങ്ങനെയുണ്ട് പാടം എങ്ങനെയുണ്ട്? ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഉണ്ടല്ലോ ആ പാടത്ത് മീൻ പിടിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? അതെ അവിടെയായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ് എന്തുവാണെന്ന്, പാടത്ത് എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന്. മീൻ കിട്ടുമെന്ന് നോക്കാം, എന്തൊക്കെ മീനാണുള്ളത് നോക്കാം. വലിയ വൃത്തിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അത് ഈ ചെളിയൊക്കെ കോരിയിട്ടിരിക്കുന്നു തോന്നുന്നു. അതുകൊണ്ടോ കപ്പലണ്ടി കൊണ്ടുപോകണൊക്കെ നല്ലൊരു സീനറി അല്ലേ. അവൻ ചിരിച്ചോണ്ടൊക്കെ പോകും. പാടത്തിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫീലാണ് കേട്ടോ, രണ്ട് സൈഡും പാടം, ആഹാ കനാല്. നമ്മൾ നേരത്തെ കണ്ടില്ലേ കിഷ് മീൻ പിടിക്കുന്നത്, അത് ഇവിടെയാണ് കേട്ടോ. അവരിവിടെ നിന്ന് ഈ വെള്ളത്തിലാണ് മീൻ പിടിക്കുന്നത്. മീൻ കിട്ടിയായിരുന്നോ? എന്തേ മീൻ കിട്ടിയായിരുന്നു? അങ്ങോട്ട് പോയി നോക്കി നോക്കാം ഏത് മീനാണെന്ന് നോക്കാം. മീൻ അവിടെയാ, നമുക്ക് അവിടെ പോയി നോക്കാം. അയ്യോ മീനെ കൊണ്ട് പോവാണെന്ന് തോന്നുന്നു. നമുക്ക് ഏത് മീനാണ് അവർ പിടിച്ചതെന്ന് നോക്കാം. അവരിത് ഇവിടെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ആ ഇതാണ് ഇവർക്ക് കിട്ടിയ മീൻ. വലിയ മീനാണ് കേട്ടോ കിട്ടിയത്. ഇതേപോലത്തെ 2-3 കിട്ടിയിട്ടുണ്ട്. ഇത് സിലോപ്പിയാണോ? ഓ അപ്പോൾ ഇത് സിലോപ്പി മീനാണ് കേട്ടോ. ഇത് ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ചെറുതായിട്ട് അനങ്ങുന്നു, പിടയ്ക്കുന്നുണ്ടോ? കണ്ടോ പിടയ്ക്കുന്നുണ്ടോ? കണ്ടോ കേസ്, ഇവിടെ ഫുള്ള് നെല്ലാണ് കണ്ടോ, നെല്ല് നട്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നെല്ല്. ഇത് ഫുള്ള് ഇങ്ങനെ നെല്ലാണ്. ഭയങ്കര വൈബാണ് കേട്ടോ ഈ നെൽപ്പാടത്തൊക്കെ ഇങ്ങനെ നടുക്കോന്ന് നിൽക്കുമ്പോൾ. സോണിക്ക് എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന്, അങ്ങനെ സോണിക്ക് ഫോട്ടോ എടുക്കണമെന്ന്. സോണി നമുക്ക് പറ്റിക്കാം. ഓക്കെ മനോ, ടാറ്റാ, ഫോട്ടോ എടുക്ക. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ടാറ്റാ. വലിയ കാര്യത്തിന് ഫോട്ടോ എടുക്കാൻ ചെന്നിരുന്നു. ടാറ്റാ. ചൂണ്ട മേടിച്ചു കുറച്ചു നേരം ഒന്ന് മീൻ പിടിച്ചു നോക്കാം. നല്ല മീനൊക്കെ പിടിച്ചിട്ട് അവരിതേ പോവാണ്. ഭയങ്കര വൈബാണ് കേട്ടോ ഇങ്ങനെ പാടത്തുനിന്ന് മീനൊക്കെ പിടിച്ചിട്ട് ദേ. അപ്പം ഞങ്ങൾ എന്തായാലും ഇതേ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വൈബടിച്ച് പിരിയണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമുക്ക് ഓരോ താറാമുട്ട അടിക്കാം. കോഴിമുട്ട വീട്ടിലോട്ട് തിരിച്ചു. നല്ല മഴ പെയ്തു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ സോണി പോയി കേട്ടോ വീട്ടിൽ. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. നല്ല മഴയുണ്ട്, നല്ല കൂൾ ക്ലൈമറ്റ് ആണ്. ഒരു കൂൾ പ്ലസന്റ് ഡേ ആയിരുന്നു. നല്ല നൈസ് പ്ലസന്റ് ആൻഡ് കാം ആൻഡ് കൂൾ ഡേ ആയിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.